ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ കയറിയാൽ നമ്മുടെ അവസ്ഥകൾ തന്നെ മാറും. ദൈവവചനത്തിൽ പറയുന്നു, വെളിപ്പാടില്ലാത്തിടത്ത് ജനം മര്യാദ കെട്ട് നടക്കുന്നു. ദൈവികമായ വെളിപ്പെടുത്തലുകൾ നമുക്ക് വേണം. ഓരോ കാര്യങ്ങളും വെളിപ്പെട്ട് കിട്ടണം. നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു കാര്യമാണ് ഷണ്ണൻ, ഫിലിപ്പോസ് ഇവരുടെ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത്. ഷണ്ണൻ എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ മന്ത്രിയാണ്, വിദ്യാസമ്പന്നനാണ്. എങ്കിലും ദൈവവചനം വായിച്ചാൽ തനിക്ക് വെളിപ്പെട്ട് കിട്ടാനുള്ള പ്രാപ്തിയില്ലായിരുന്നു. ഈ ലോകത്തിൻ്റെ അറിവുകൊണ്ട് ദൈവവചനം വെളിപ്പെട്ട് കിട്ടില്ല. ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ അറിയാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. വരം ലഭിക്കാതെ ഒരിക്കലും നമുക്ക് ദൈവവചനത്തെ വെളിപ്പെടുത്തി കിട്ടാൻ പാടാണ്. പലരും ദൈവവചനം തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഒരാളൊരു തെറ്റായ വ്യാഖ്യാനം പറയുമ്പോൾ ഉടനെ നമുക്ക് അത് തെറ്റാണെന്ന് മനസ്സിലാവും. കാരണം നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഓരോ വ്യക്തികളുമാണ്. ഫിലിപ്പോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഷണ്ണൻ വായിച്ച ഭാഗം യെശയ്യാ പ്രവചനം 53-ാം അധ്യായം, അറുക്കാനുള്ള ആടിനെ പോലെ ഞങ്ങളെ എണ്ണുന്നു. ഇത് ആരെക്കുറിച്ചാണെന്ന് അറിയില്ല. ഉടനെ ആ ഭാഗത്ത് നിന്ന് യേശുവിനെ കുറിച്ച് ഫിലിപ്പോസ് വെളിപ്പെടുത്തി കൊടുത്തു. അത് കേട്ട് ഷണ്ണൻ വിശ്വസിച്ച് സ്നാനമേൽക്കാൻ തീരുമാനിച്ചു. അതായത് ബൈബിളിൻ്റെ ഏത് ഭാഗവും വെളിപ്പാടായി കിട്ടിയവർക്ക് അതിൽ നിന്നല്ല അതിൻ്റെ പൂർണ്ണതയായ യേശുവിനെ വെളിപ്പെടുത്താൻ കഴിയും. ഏത് ഭാഗം വായിച്ചാലും അതിൽ നിന്ന് യേശുവിനെ കുറിച്ച് പറയാൻ കഴിയും. ഉദാഹരണം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ സൃഷ്ടിക്കുന്നതെല്ലാം വചനമാണ്. വെളിച്ചമുണ്ടാകട്ടെ, ആ വചനം യേശുവാണ്. അങ്ങനെ ബൈബിളിലെ എല്ലാ വാക്കുകളിലും യേശുവിൻ്റെ ചലനമുണ്ട്. ദൈവം എന്നുള്ളിടത്തെല്ലാം യേശുവുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഓരോ പ്രവൃത്തിയിലും യേശുവുണ്ട്. അതായത് ദൈവവചനമായവൻ യേശു എന്ന പേരിൽ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു. യേശുവിനെ വെളിപ്പെടുത്തുക, ഇതാണ് ജനങ്ങൾക്കുള്ള വിടുതൽ. യേശുവിനെ കൂടാതെ ആർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് യേശുവിൽ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോഴാണ്, യേശുവിനെ ധ്യാനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അത്ഭുതകരമായി തീരുന്നത്. ശരിയായ വഴിയിലേക്ക് നാം ട്രാക്കിലേക്ക് വന്ന് വീഴുന്നത് യേശുവിനെ മനസ്സിലാക്കുമ്പോഴാണ്. അതിനുള്ള കൃപ എല്ലാവർക്കും കർത്താവ് തരട്ടെ. പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികിൽ ഒരു
മനഃശാന്തിയതും ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആരോടാ പറയുന്നത്? അതിന് തൊട്ട് മുകളിലെ വാക്യം, ഈ സാദൃശ്യം യേശു അവരോട് പറഞ്ഞു, എന്നാൽ തങ്ങളോട് പറഞ്ഞത് ഇന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. ഈ പരീശന്മാർക്ക്, ശാസ്ത്രിമാർക്കും യഹൂദന്മാർക്ക് യേശു പറഞ്ഞത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അത് തന്നെയാണ് യേശു തൊട്ട് മുകളിൽ പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, എൻ്റെ ആടുകൾക്ക് എൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയും. അപ്പോൾ ഒരാൾ ദൈവവചനം കേട്ടിട്ട് ഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി കർത്താവിൻ്റെ ആടിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റിയ ആളല്ലെന്ന്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പില്ലാത്ത ആളാണെന്ന്. ഒരാൾ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനം ഗ്രഹിക്കുകയും ദൈവവചനത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് അധികം നാൾ തുടരാൻ കഴിയില്ല, വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ചിലർ ദൈവവചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉറങ്ങുന്നവരെ കണ്ടിട്ടുണ്ട്. അവരുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ചിലർ ദൈവവചനം കേട്ടാൽ തെറ്റായി മനസ്സിലാക്കും, അവരുടെ കാര്യത്തിൽ അപകടമാണ്. ദൈവവചനം കേൾക്കുമ്പോൾ ഗ്രഹിക്കുന്നവരാണ് നല്ല നിലത്ത് വീണ വിത്ത്, നല്ല നിലം. ആ വിത്ത് ദൈവവചനം വീഴുമ്പോൾ 100 മേനി വിളവുണ്ടാകുന്നു. ദൈവവചനം ഗ്രഹിക്കാത്തവരോ വഴിയറമ്പത്ത് വിതക്കപ്പെട്ട വിത്ത് പോലെയാണ്. പറവ വന്ന്, ശത്രു വന്ന് ആ നിമിഷം തന്നെ എടുത്തു കളയും. ചിലത് കുറച്ച് ഗ്രഹിക്കുന്നു, അതാണ് പാറസ്ഥലത്ത് വീഴുന്നു, പെട്ടെന്നൊരു തീരുമാനമൊക്കെ ഉണ്ടാകും, എന്നാൽ വേരില്ലാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി. അടുത്തത് മുള്ളിനിടയിൽ വീണു, അവിടെ വേരുണ്ട്, താഴോട്ട് വേര് പോകും, എന്നാൽ ഒപ്പത്തിനൊപ്പം മുള്ളും വളരുന്നു. ഈ ലോകത്തിൻ്റെ ധനത്തിൻ്റെ ചിന്തയും വഞ്ചനയും. എന്നാൽ നല്ല നിലത്തിൻ്റെ പ്രത്യേകത, അവിടെ ഈ വിത്തിനെ മാത്രം വളരാനുള്ളൊരു സാധ്യതയുണ്ട്. അവിടെ വേരാഴത്തിൽ ഇറങ്ങാൻ കഴിയും, അവിടെ ആവശ്യത്തിന് വളക്കൂറുണ്ട്. ഈ വിത്ത് വളരാൻ യാതൊരു തടസ്സവുമില്ല. ദൈവവചനം കേട്ട് ഉള്ളിൽ ഗ്രഹിച്ച ഒരു വ്യക്തി വേഗത്തിൽ വളർച്ചയുടെ ഉയർന്ന തലങ്ങളിലെത്തും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ദൈവവചനത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാൻ, കർത്താവിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. യേശു സംസാരിക്കുന്ന ഈ ജനങ്ങളൊന്നും ഗ്രഹിക്കുന്നില്ല.
പിന്നെ എന്തിനാണ് യേശു ഇവരോട് പറഞ്ഞത് അല്ലേ? കാരണം യേശു ഇത് പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ കുറേ ശിഷ്യന്മാരുണ്ട്. അവരിതെല്ലാം പഠിക്കണം. നാളെ ഇതേപോലെ വിമർശകരും എതിർക്കുന്നവരും ഇവരെ ഉപദ്രവിക്കാൻ, ആക്രമിക്കുവാൻ, വിമർശിക്കുവാൻ വരുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പുളിച്ച മാവിനെ സൂക്ഷിക്കണം. പുളിച്ച ഉപദേശം നല്ലത് ഗ്രഹിക്കില്ല, അവർ തെറ്റായ കാര്യങ്ങളെ ഗ്രഹിക്കുകയുള്ളൂ. അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് ഞാനതിനെ പണിയും. ഉടനെ അവര് 46 സംവത്സരം കൊണ്ട് പണിത ഈ പള്ളി പൊളിച്ചിട്ട് 3 ദിവസം കൊണ്ട് ഇവൻ പണിയും. ഇതായിരുന്നു യേശുവിനെ കുറിച്ച് ചുമത്താനുണ്ടായിരുന്ന കുറ്റം. എന്നാൽ യേശു പറഞ്ഞു, ഞാനതൊന്നും ഉദ്ദേശിച്ചല്ല, നിങ്ങൾ അങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കരുത്. സാധാരണ പ്രസംഗിക്കുമ്പോൾ ഓരോ ദൈവദാസന്മാർ ഞങ്ങളെല്ലാം പറയും, നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. യേശുവിന് പറയാനുള്ളത്, തെറ്റിദ്ധരിക്കുന്നവർ തെറ്റിദ്ധരിക്കണം. ശരി ധരിക്കാനുള്ളവർ കുറേ പേരുണ്ട്. അവർ എൻ്റെ ശബ്ദം കേൾക്കുന്നവരാണ്. അവർ ശരിയെ ധരിക്കും. നമ്മൾ പറയുന്നതിന് റോങ് ആയിട്ട് ചിന്തിക്കുകയും റോങ്ങായി പെരുമാറുകയും ചെയ്യുന്നവരെ കുറിച്ച് ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. അവർ നമ്മോടുകൂടെ നിൽക്കാനുള്ളവരല്ല. നമ്മളെത്ര നല്ലത് പറഞ്ഞാലും അവരിങ്ങനെ അകന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മോടുകൂടെ സഹകരിക്കാനുള്ളവരല്ല. എന്നാൽ നമ്മോടുകൂടെ സഹകരിക്കാൻ അവരെ മാക്സിമം നമ്മൾ ചേർത്ത് നിർത്തുക. നിൽക്കുന്നില്ലെങ്കിൽ ചുങ്കക്കാരും പുറജാതിക്കാരനെ പോലെ നമ്മൾ അവരെ കണ്ടാൽ മതിയെന്ന് യേശു പറഞ്ഞത്. അതായത് നമ്മൾ പറയുന്ന അർത്ഥത്തിൽ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ നമ്മോട് കൂടെ നിൽക്കാനുള്ളവരല്ല. എത്രയോ പേര്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എത്രയോ പേര് എന്നെ വിട്ടേച്ചു പോയി. കാരണം അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയാതെ പോയി. അവരെന്നെ തെറ്റായി വ്യാഖ്യാനിച്ചു. എന്നാൽ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, കൂടെ നിൽക്കാനുള്ളവർ എപ്പോഴും കൂടെ നിൽക്കും. അവർക്ക് ആ കാര്യം മനസ്സിലാകും, എന്താ ഈ പറയുന്നതെന്ന്. ഇതുപോലെ തന്നെ യേശുവിൻ്റെ കാലത്ത് യേശു പറയുന്നത്, കൂടെ നിന്ന് നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് എവിടെ പോകാനാണ് എന്ന് പറഞ്ഞ് യേശുവിൻ്റെ കൂടെ നിൽക്കുന്നവരുണ്ട്. യേശു ഒരിക്കൽ കുറെ പേര് പോകാൻ വേണ്ടി തന്നെ സംസാരിച്ചു. എന്താണ് യേശു പറഞ്ഞു? നിങ്ങൾ എന്നെ തിന്നണം, എൻ്റെ മാംസം തിന്നണം, എൻ്റെ രക്തം കുടിക്കണം. ഇത് കേട്ടപ്പോൾ കഠിന വാക്കെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി. എന്നാൽ യേശു അവർ പോകാൻ വേണ്ടി പറഞ്ഞതാണോ? അല്ല. ഗ്രഹിക്കാൻ കഴിവില്ലാത്തവർ യേശുവിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല. യേശു പറയുന്നത് ഗ്രഹിക്കാൻ കഴിവില്ലാത്തവർ യേശുവിൻ്റെ കൂടെ നിന്നാൽ യാതൊരു പ്രയോജനവുമില്ല, ഭാവിയുമില്ല. യേശു പറയുന്നത് ഗ്രഹിക്കുന്നവരാണ് യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നവർ. യേശുവോടെ പറഞ്ഞു, ഞാൻ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യാത്ത ആർക്കും ഞാനുമായിട്ട് പങ്കില്ല. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞത് ആത്മാവും ജീവനുമാണ്, മാംസം ഒരു കാരണത്താലും ഒന്നിനും ഉപകരിക്കുന്നില്ലെന്ന് പറഞ്ഞു. യേശു അത് തിരിച്ചും പറഞ്ഞു, പൊരുൾ തിരിച്ചു കൊടുത്തു. അവർക്കത് ഗ്രഹിക്കാൻ ശേഷിയില്ലായിരുന്നു. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ പോലും ആർക്കും കഴിയില്ലെന്ന് 1 കൊരിന്ത്യർ 12 നമ്മൾ താഴോട്ട് കാണുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കാതെ കാര്യങ്ങൾ, വചനം ഗ്രഹിക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് ഗ്രഹിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. മാർത്ത നല്ല അംശം തിരഞ്ഞെടുത്തില്ല, മറിയ നല്ലത് തിരഞ്ഞെടുത്തു. വചനം കേട്ട് ഗ്രഹിക്കുക എന്ന നല്ല കാര്യം. അതുകൊണ്ട് മാർത്തയേക്കാൾ മറിയ പ്രസിദ്ധയായി മാറി. അവൾക്കുള്ള പരിമള തൈലം യേശുവിൻ്റെ തലയിൽ പൊട്ടിച്ചൊഴിച്ചു. സുവിശേഷം ഭൂമിയിൽ എല്ലായിടത്തും പ്രസംഗിക്കുന്നിടത്തെല്ലാം മറിയ ചെയ്തതും പ്രസംഗിക്കപ്പെടും. മാർത്ത ചെയ്തത് ഒരു തെറ്റായ മനോഭാവത്തിലാണ് എല്ലാവരും പറയുന്നത്. മാർത്തയെ കുറ്റപ്പെടുത്തും, മറിയയെ ശരിവെക്കും. എന്താണ്? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. സാക്ഷാൽ വചനമായവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനിൽ നിന്ന് കേൾക്കുക, പ്രാപിക്കുക, ഇതാണ് ഒന്നാമത്തെ കാര്യം.
നമ്മുടെ ഒന്നാമത്തെ ജോലി കർത്താവിൽ നിന്ന് പ്രാപിക്കുക. പ്രാർത്ഥനയോടെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് ഇത് ഗ്രഹിക്കുക. ദൈവവചനത്തെ ശരിയായി ഗ്രഹിക്കുക. ഇത് ചെയ്യാതെ നമുക്ക് ഒരു മുന്നേറ്റമില്ല. ഇവർ ഗ്രഹിക്കുന്നില്ലെങ്കിൽ യേശു പറയൽ നിർത്തുന്നില്ല. യേശു അവരോട് പിന്നെയും പറയണ്. യേശു പിന്നെയും അവരോട്, കണ്ടോ? കാരണം ഇവര് ഗ്രഹിച്ചില്ലെങ്കിലും പറയൽ നിർത്തരുത്. കൂടെയുള്ള ശിഷ്യന്മാര് അവര് വലിയ പഠിപ്പില്ലാത്തവരാണ്, സാമാന്യരാണ്. എന്നാൽ ഭാവിയിൽ ഇവർ അപ്പോസ്തലന്മാരായി ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരായി പുറപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ആരെല്ലാം കേട്ടു കേട്ടില്ല എന്നുള്ളത് യേശുവിന് വിഷയമല്ലെങ്കിൽ നമുക്കും വിഷയമല്ല. ജീസസ് എവരിഡേ എല്ലാ ദിവസവും നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ ഫോണുകളിൽ, നിങ്ങളുടെ വീടുകളിൽ എത്തുന്നുണ്ട്. ഇത് ഗ്രഹിച്ചാൽ നമ്മുടെ ജീവിതം മാറും. എല്ലാ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവവചനം കേട്ട് നാം ശക്തരാകണം, വിശ്വാസ വീരരാകണം. ദൈവവചനം കേട്ട് നാം ബലപ്പെടണം. പിശാചിന്റെ പ്രവർത്തികളെ നമുക്ക് ജയിക്കാൻ കഴിയും. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത്, ദൈവവചനം കൊണ്ട് ജീവിക്കാൻ കഴിയും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും, ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള എല്ലാ വചനവും ഒരു ഭക്ഷണം പോലെ നമുക്ക് വിശപ്പ് മാറ്റണം. അതുപോലെ നമ്മുടെ ആത്മാവിൽ നമ്മളതിനെ പ്രാപിക്കണം. ആത്മാവിൻ്റെ വിശപ്പ് മാറുന്നത് ബൈബിൾ ധ്യാനിക്കുമ്പോഴാണ്. രാപ്പകൽ ധ്യാനിക്കുന്നവൻ അവനാണ് ശക്തനായി മാറുന്നത്. 7-ാം വാക്യം, യേശു പിന്നെ അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകും. ഓരോ പ്രസ്താവനയാണ് യേശു പറഞ്ഞു. ഞാൻ വാതിലാണ്. വാതിൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ പട്ടണവാതിൽ. രൂത്തിന്റെ പുസ്തകത്തിലുണ്ട്, പട്ടണവാതിൽക്കൽ മൂപ്പന്മാരെല്ലാം കൂടി ഇരിക്കുന്നു. അവിടെയാണ് പല ന്യായ കാര്യങ്ങൾ തീർപ്പിക്കുന്നത്. ശിംശോനെ പിടിക്കാനായിട്ട് വാതിൽക്കൽ കാവൽ കിടന്നു. പട്ടണവാതിൽക്കൽ. പട്ടണം വാതിൽ അടച്ച സമയത്ത് എല്ലാവരും ഉറക്കമായി, സന്ധ്യയായി. എന്നാൽ ശിംശോൻ ഈ വാതിലിലൂടെ പുറത്തു വരുമ്പോൾ പിടിക്കാനായിട്ട് അവർ പതിയിരിപ്പുകാരെ വെച്ചു. ശിംശോൻ രാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ അവൻ ആ വാതിൽ പറിച്ചുകൊണ്ട്, കട്ടളയോടുകൂടി പറിച്ചുകൊണ്ട് മലമുകളിലോട്ട് പോയി. വാതിൽ, ശത്രു ഇരിക്കുന്നതും ഇവിടെയാണ്. ഒരിക്കൽ കൈനോട് പറഞ്ഞു, പാപം നിന്റെ വാതിക്കലാണ്, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ. പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു. പാപം ഒരു വാതിൽ തുറക്കാൻ വേണ്ടി കാത്തു കിടക്കുകയാണ്. ശിംശോനെ നശിപ്പിക്കാനായിട്ട്, കൊല്ലാനായിട്ട് ഒരു വാതിക്കൽ ഒരു പതിയിരിപ്പുകാരെ വെച്ചു. വാതിലൊരു വിഷയമാണ്. എന്നാൽ യേശു പറഞ്ഞു, ഞാനാണ് ശരിയായ വാതിൽ. ചില വാതിലുകൾ നമ്മെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ചില വാതിലുകൾ നമ്മെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. അത് ദൈവവചനം എന്ന വാതിൽ. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, ഞാൻ സംസാരിക്കുമ്പോൾ വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടേണ്ടതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. വചനത്തിൻ്റെ വാതിൽ. ദൈവവചനം ഒരു അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. വചനമേശുവാണ്. ഈ വാതിലൂടെ നമുക്ക് ധാരാളമായ പച്ചയായ പുൽപ്പുറങ്ങളിൽ ചെല്ലാം, അനുഗ്രഹത്തിൽ ചെല്ലാം. വചനത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടണം. ചിലപ്പോൾ നമ്മൾ ധ്യാനിച്ചാൽ മനസ്സിലാകാത്ത, വായിച്ചാൽ മനസ്സിലാകാത്ത, പഠിച്ചാൽ മനസ്സിലാകാത്ത കാര്യം ചില മീറ്റിങ്ങിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ വായിൽ വരും. അത് വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുന്നതാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ ഇടയിൽ വചന ശുശ്രൂഷ ചെയ്യാൻ ഭയങ്കര അനുഗ്രഹം. ഒന്നും കൂടി പറഞ്ഞാൽ, നന്നായിട്ട് പ്രതികരിക്കുന്നവരിടയിൽ വാതിൽ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും വചനം. എന്നാൽ ചിലയിടത്തുണ്ട്, ഞാനൊരിക്കലും ഒരു രാജ്യത്ത് ചെന്നപ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ ഫ്രണ്ടിൽ ഓടിക്കളിക്കുന്നു, കുറേ പേര് വെളിയിൽ നിന്ന് ഫോൺ വിളിക്കുന്നു, കുറച്ച് പേര് അടുക്കളയിൽ
ബാക്കിയുള്ളവർ അവിടെ ഇവിടെയും ഓടിക്കളിക്കുന്ന പിള്ളേരെ നോക്കിയിരിക്കുന്നു, കുറച്ച് പേര് മൊബൈലെ നോക്കിയിരിക്കുന്നു. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട്, കാരണം വചനം ഒരു വിത്താണ്, നല്ല നിലത്ത് വിതയ്ക്കുകയാണ്. എന്നാൽ വിതക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. മാത്രമല്ല, ഈ പറയുന്നതൊന്നും പോയതെല്ലാം അതുപോലെ പ്രതികരണമില്ലാതെ നമ്മൾ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടുണ്ട്. നന്നായിട്ട് പ്രതികരിക്കുന്ന ചില ഇടങ്ങളുണ്ട്. ഒരിക്കല് മെൽബണിൽ ഒരു എവൽവിസ്റ്റിന്റെ ചർച്ചുണ്ട്. പേരെടുത്ത് പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ചർച്ച ആയതുകൊണ്ട്. എല്ലാ ചർച്ചിന്റെയും പേരുകൾ ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരുന്നു. നാളെ നിങ്ങളൊക്കെ പോകുന്ന ചർച്ചിന്റെ പേര് എനിക്ക് പറയണമെന്നുണ്ട്. ഇതുപോലെ ആകണം. എത്ര ആഗ്രഹത്തോടെ അവര് ദൈവവചനത്തിന് വേണ്ടി ഇരിക്കുന്നവര്. ഓരോ വാക്ക് പറയുമ്പോഴും അവരതിനെ പിടിക്കുകയാണ്. ഒടുവിൽ 1 മണിക്കൂർ അത് ആ ഹോള് വിട്ട് കൊടുക്കണം. മണി 10 രാത്രി, വൈകിട്ടത്തെ മീറ്റിംഗാണ്. 10 മണിക്ക് എല്ലാവരും വെളിയിലിറങ്ങി ഹോൾ അടച്ചു. അവിടത്തേക്ക് നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണ്. ബാക്കി കാറിന്റെ പാർക്കിംഗ് ഏരിയയിൽ ഒരു 1.5 മണിക്കൂർ ഇവരെൻ്റെ ചുറ്റും നിൽക്കുകയാണ്. ബാക്കി പറയാന്നും പറഞ്ഞു ചുറ്റും സഹോദരി സഹോദരന്മാർ, കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ ആ പാർക്കിങ്ങിൽ നിന്നുകൊണ്ട് അവർ ആമേൻ ഓരോ വാക്കുകൾ. അതുകൊണ്ടും തീർന്നില്ല. അവിടുത്തെ ദൈവദാസൻ എന്ന അമേരിക്കയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിള്ളേരും ഉണ്ട്, ലീഡർഷിപ്പിലുള്ളവരുണ്ട്. ഇതെല്ലാവരും കൂടി ആ വീട്ടിലോട്ട് പോയി. അവിടെ ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും 1 മണിക്കൂർ ആർത്തി. ഈ ചർച്ച് മൊത്തം അങ്ങോട്ട് വന്നേക്കാണ്. ഇങ്ങനെ ആഗ്രഹമുള്ളവരെ കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം കാണുന്നത് ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവവചനത്തോട് നിങ്ങൾ കാണിക്കുന്ന വലിയ പ്രതികരണമാണ് നിങ്ങളുടെ ജീവിതത്തെ ഭയങ്കരമായിട്ട് മാറ്റുന്നത്. അതുകൊണ്ട് ദൈവവചനം സാക്ഷാൽ വചനം പോലെ കൈക്കൊണ്ടു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ അതിനെ അതുപോലെ പിടിക്കാൻ, സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഇതൊരു വാതിലാണ്, അനുഗ്രഹത്തിന്റെ വാതിലാണ്. യേശു പറഞ്ഞു, ഞാൻ വാതിലാണ്, വചനം വാതിലാണ്. ഏതൊക്കെയോ വിടുതലിന്റെ വാതിലാണ്. അതുകൊണ്ട് ഓരോ വചനങ്ങളും നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഓരോ വാതിൽ തുറക്കുകയാണ്. ഈ സത്യങ്ങൾ അറിയുക, അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ സന്നിധാനത്തിൽ ഇരുന്ന് വചനം കേൾക്കുന്ന ഈ മക്കൾ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ വചനങ്ങൾ കേൾക്കുന്ന ഈ മക്കൾ, പലയിടങ്ങളിലിരുന്ന് വചനം കേൾക്കുന്ന ഈ മക്കൾ, ഈ കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ ഒരു നന്മയുടെ വാതിലായി മാറട്ടെ. വചനത്തോട് പ്രതികരിക്കാനും, വചനം സ്വീകരിക്കാനും, വചനം പ്രാപിക്കാനും. വചനം കേട്ട കൊർന്നല്യോസിന്റെ വീട്ടിൽ എല്ലാവരും അഭിഷേകം പ്രാപിച്ചല്ലോ. ഇതുപോലെ എല്ലാവരിലും ഒരു പുതിയ അഭിഷേകം, നിറവ്, കൃപ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിലുള്ള എല്ലാ രോഗാത്മാവും ഈ മക്കളെ വിട്ടുമാറട്ടെ. സാമ്പത്തിക വഴികൾ തുറക്കണം. ഇവർ പോകുന്നിടത്തെല്ലാം ഇവർക്കൊരു അഭിവൃദ്ധി ഉണ്ടാകും, നന്മകൾ ഉണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ഈ വീടുകളിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. മറ്റൊരു സന്തോഷ വാർത്തയുള്ളത്, ഇന്നു മുതൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിലുണ്ടല്ലോ. നേരിട്ട് വന്ന് പങ്കെടുക്കാൻ രാവിലെ വ്യാഴം, വെള്ളി, ശനി രാവിലെ സമയം 10:30 മുതൽ 1:30 വരെ ഉള്ള സമയം, 11:30, 12:30, 1:30, 3 മണിക്കൂർ നിങ്ങൾ ചെലവഴിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും. കടന്നു വരണം. 3 ദിവസമുണ്ട്. ഇന്നും നാളെയും മറ്റന്നാളും കടന്നു വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയം ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിൽ വീണ്ടും നമുക്ക് കൂടാം. ഗോഡ് ബ്ലെസ് യു.